അവൾ എന്തിനാ ക്യാബിനിൽ? ആവണി സംശയത്തോടെ ചോദിച്ചു. അതോ, നിന്റെ വർക്ക് തൽക്കാലം പ്രിയയാണ് സാറ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഹോ, അതിൻ്റെ അഹങ്കാരം അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. സാറുടെ ഒപ്പം കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോകുമ്പോഴുള്ള ജാട കാണണമായിരുന്നു. എന്തായാലും നിനക്കിനി PA സ്ഥാനം വിട്ടുതരുമെന്ന് തോന്നുന്നില്ല, അഞ്ജു ആവണിയോട് പറഞ്ഞു. അതെന്താ അഞ്ജു നിനക്ക് അങ്ങനെ തോന്നാൻ? ആവണി ചോദിച്ചു. എന്നാൽ അതിനുള്ള മറുപടി വന്നത് പുറകിൽ നിന്നാണ്. അവർ രണ്ടാളും തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടത് ദീപക്കിനെയായിരുന്നു. അവൻ അവരുടെ അടുത്തേക്ക് എത്തി. അതില്ലേ, നിന്റെ വർക്കെല്ലാം പ്രിയോട് ഏൽപ്പിച്ചത് മുതൽ അവൾക്ക് എന്തോ ഭയങ്കര വിചാരമാണ്. സാറെന്തോ അവളെ കല്യാണം കഴിച്ച പോലെയാണ് അവളുടെ പെരുമാറ്റം. പക്ഷെ അതൊന്നും സാറിൻ്റെ അടുത്ത് നടക്കില്ലല്ലോ. അത് അറിയാവുന്നത് കൊണ്ട് സ്റ്റാഫുകളുടെ അടുത്താണ് അവളുടെ തള്ളു പറിച്ചലും മുഴുവനും. ഡേവിഡ് സാറും അവളും തമ്മിൽ നല്ല ക്ലോസ് ആണ്. ഒരുമിച്ച് യാത്രകൾ ചെയ്യാറുണ്ട്. പിന്നെ അവർ പുറത്തു പോകുമ്പോഴെല്ലാം നല്ലോണം സംസാരിക്കാറുണ്ട് അവളോട്. അവളില്ലാതെ ഇപ്പോൾ സാറിന് പറ്റില്ല. സാറ് അവൾക്ക് കുറേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നീ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ടാണ് പ്രിയ വർക്ക് ചെയ്യുന്നതെന്ന് ഡേവിഡ് സാർ പറഞ്ഞു. അതുകൊണ്ട് സ്ഥിരമായിട്ട് അവളായിരിക്കും PA എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. തരം കിട്ടുമ്പോഴൊക്കെ നിന്നെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്, ദീപക് പറഞ്ഞു. അവൻ്റെ മുഖത്ത് കാണായിരുന്നു പ്രിയയോടുള്ള ദേഷ്യം. അതേടാ, വല്ലാത്ത ജാടിയായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഭരിക്കാനായിട്ട്. പിന്നെ നിന്നെ കൊച്ചാക്കി. ഞാനിവനും വിടുമോ? അവൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്, അഞ്ജു ആവണിയോട് പറഞ്ഞു. ആണോ? ഞാൻ ഇല്ലാതപ്പോൾ എന്തൊക്കെയാ നടക്കുന്നേ? എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, ആവണി പറഞ്ഞു. ആവണിക്ക് ഇത്തിരി സന്തോഷമായിട്ടോ. എന്തുകൊണ്ടാണെന്നറിയും? അവളുടെ 2 ബെസ്റ്റ് ഫ്രണ്ടായ അഞ്ജുവും ദീപക്കും വഴക്കൊന്നും ഇടുന്നില്ല പരസ്പരം. രണ്ടാളും ഒരുമിച്ച് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. രസം കാണും. നീ അങ്ങോട്ട് ചെല്ല്. അവളുടെ പ്രതികരണം എന്താണോ ആവോ, ദീപക് പറഞ്ഞു. ആവൂസേ, പ്രിയ വല്ലതും പറഞ്ഞാലേ നീ കണക്കിന് മറുപടി പറയണം കേട്ടാ. എല്ലാം കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. നിനക്കിനി മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ നീ എന്നെ വിളിക്ക്, ഞാൻ കൊടുക്ക. ഇവിടുത്തെ ജോലി പോയാലും സാരമില്ല, അഞ്ജു ആവണിയോട് പറഞ്ഞു. പിന്നെ ഇവള് മാത്രമല്ല, ഞാനും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് ദീപക്കും. ഓക്കേടാ, എന്നാലേ ഞാൻ ക്യാബിനിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ആവണി സന്തോഷത്തോടെ ക്യാബിനിലേക്ക് നടന്നു. അവളുടെ സന്തോഷം കൊണ്ട് അഞ്ജു മനസ്സിൽ പറഞ്ഞു, എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത് എന്ന്. ആവണി ഡേവിഡിൻ്റെ ഓഫീസ് ക്യാബിൻ തുറന്നു. അപ്പോൾ ആവണി കണ്ടത് ഡേവിഡിൻ്റെ സീറ്റിലിരിക്കുന്ന പ്രിയയാണ്. ആവണിക്ക് ആ കാഴ്ച അത്ര ഇഷ്ടമായില്ല. കാരണം ആ സീറ്റ് ഡേവിഡിൻ്റെ മാത്രമായിരുന്നു. ആരും അതിലിരിക്കാറില്ല. പിന്നെ PAക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വേറെ സീറ്റും ഉണ്ട്. എല്ലാ സ്റ്റാഫുകൾക്കും അറിയാവുന്നതാണ് ഇക്കാര്യം. എന്നിട്ടും ഡേവിഡിൻ്റെ സീറ്റിൽ എന്തിനാണ് പ്രിയ കയറിയിരുന്നത് എന്ന ചിന്തയായിരുന്നു ആവണിയുടെ മനസ്സിൽ മുഴുവനും. എന്നാൽ അവളുടെ ഉള്ളിലുള്ള ഇഷ്ടക്കേട് അവൾ പ്രകടിപ്പിച്ചില്ല. ആവണി അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ആവണിയെ കണ്ട പ്രിയയ്ക്ക് ദേഷ്യമായിരുന്നു. അവളുടെ ഉള്ളിലെ കുശുമ്പും കുഞ്ഞായ്മയും എല്ലാം പുറത്തു വരാൻ തുടങ്ങി. പിന്നെ ഈ സീറ്റിൽ ഇരിക്കാൻ പാടില്ല എന്ന് അവൾക്കും അറിയാം. ആവണി കണ്ടപ്പോൾ ഒരു വല്ലായ്മയും ഉണ്ടായിരുന്നു. ഡേവിഡ് സാർ എങ്ങനെയെങ്കിലും അറിഞ്ഞാലോ എന്നൊരു ഭയവും. അതുകൊണ്ട് തന്നെ പ്രിയ അത് മറയ്ക്കാൻ നിന്നവണ്ണം ആവണിയോട് ചോദിച്ചു. നീ എന്താ ഒന്ന് ഡോറിൽ മുട്ടാതെ കയറി വന്നത്? നിനക്കൊന്നും മാനേഴ്സ് അറിയില്ലേ? ഒരു റൂമിലേക്ക് കയറി വരുന്നതിൻ്റെ. പ്രിയയുടെ ചോദ്യം ആവണിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഞാനെന്തിനാ ഡോറ് തട്ടിയിട്ട് കയറി വരേണ്ട ആവശ്യം? ഇവിടെ സാറില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് എൻ്റെയും കൂടി ക്യാബിനല്ലേ? ആവണി അവളോട് ചോദിച്ചു. നിന്റെ ക്യാബിനോ? അതെങ്ങനെ? എന്താടാ താനൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? ഞാൻ സാറുടെ PA അല്ലേ. ഞാനും സാറും കൂടിയല്ലേ സാധാരണ ക്യാബിനിലിരിക്കുക, ആവണി ചോദിച്ചു. അത് കേട്ട പ്രിയ ഒന്ന് പുച്ഛിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, അതിൻ്റെ അധികാരത്തിലാണോ മാഡം ഇങ്ങോട്ട് കയറി വന്നേ? എന്നാലേ അതൊക്കെ പണ്ട്. കഴിഞ്ഞ ദിവസം തൊട്ട് ഞാനാണ് സാറുടെ PA. പിന്നെ ഈ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും സാർ എൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിനക്കറിയില്ലേ അത്?
നിന്നെപ്പോലുള്ള അവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും അറിയാലോ, അവൾ അഹങ്കാരത്തോടെ പറഞ്ഞു. ഓ, നീ ലീവായിരുന്നു അല്ലേ? അല്ല, എന്താ നീ ലീവ് ലെറ്റർ എനിക്ക് മെയിൽ ചെയ്യാനിരുന്നത്? പ്രിയ ചോദിച്ചു. അവളുടെ സംസാരം കേട്ട ആവണി ശരിക്കും അന്തം വിട്ടു. അവൾ പറഞ്ഞു, അല്ല, കഴിഞ്ഞ ദിവസം വരെ എൻ്റെ വർക്കുകളെല്ലാം നിനക്ക് താൽക്കാലമായി ഏൽപ്പിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എൻ്റെ സ്ഥാനം നിനക്ക് തന്നു എന്ന് അറിയിച്ചുള്ള ഒരു ലെറ്ററും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ലീവിൻ്റെ കാര്യം ഞാൻ സാറോട് പറഞ്ഞിട്ടുണ്ട്. ആവണിയും വിട്ടുകൊടുത്തില്ല. അവൾ പ്രിയോട് പറഞ്ഞു, അത് പിന്നെ സാറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീവ് ലെറ്റർ അയക്കണമെന്ന ബോധം തനിക്കില്ലേ? അല്ല അല്ല തന്നെ പോലുള്ളവരിൽ നിന്ന് ഇത്രയൊക്കെ മാന്യത പ്രതീക്ഷിച്ചാൽ മതി, പ്രിയ പറഞ്ഞു. പ്രിയ അങ്ങനെ സംസാരിച്ച് അതിര് കിടക്കുകയായിരുന്നു ആവണിയോട്. എന്നെപ്പോലുള്ളവരോ? താനെന്താ മീൻ ചെയ്യുന്നത്? ആവണി ഇത്തിരി ദേഷ്യത്തോട് പ്രിയോട് ചോദിച്ചു. അതെന്താ, നിനക്ക് ഇത്രയായിട്ട് മനസ്സിലായില്ലേ? നിന്നെപ്പോലെ അനാഥാലയത്തിൽ ജീവിച്ചവർക്കൊന്നും ഇത്ര സംസ്കാരമേ കാണുള്ളൂ. അതുതന്നെയാ ഞാൻ പറഞ്ഞത്. പ്രിയ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും ആവണിയുടെ നെഞ്ചൊന്നു പിടഞ്ഞുപോയി. അവൾക്ക് അതിന് എന്താ മറുപടി കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞില്ല. പ്രിയ തുടർന്നു, അല്ല, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് വയ്യെങ്കിൽ ലീവ് എടുത്താൽ മതിയായിരുന്നല്ലോ. എന്തിനാ പിന്നെ ഓഫീസിലേക്ക് വലിഞ്ഞു കയറി വന്നത്? ഓഫീസിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യാനാണോ? ഓ, സാറിന് നിന്നോടൊരു സോഫ്റ്റ് കോർണർ തോന്നാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? സാറിനെ എങ്ങനെയെങ്കിലും ലൈൻ അടിച്ച് വരുതിയിലാക്കി നിന്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനല്ലേ ഡി നിന്റെ പ്ലാൻ? എനിക്ക് മനസ്സിലായി. അല്ല, അതിനാണോ നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നത്? പക്ഷേ ഇല്ലേ മോളെ, നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടാ. കാരണം എന്താണെന്നറിയോ? നീ ലീവായിരുന്ന ദിവസങ്ങളിലെ ഞാനും ഡേവിഡും ഒരുപാട് അടുത്തു. അവള് വലിയ എന്തോ കാര്യം സാധിച്ച പോലെ ആവണിയോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഡേവിഡ് എന്നോട് പറഞ്ഞു, നീ ഡേവിഡിന് വെറും തമാശയാണെന്ന്. അയാളുടെ വെറൊരു കളിപ്പാവ. പിന്നെ ഇനി മുതലേ നിന്റെ സ്ഥാനം ഇവിടെയല്ല, റിസപ്ഷനിലോ മറ്റോ ആയിരിക്കും. നീ എന്തായാലും ഇപ്പോൾ തൽക്കാലം ആ പഴയ സ്ഥാനത്തിലേക്ക് പോയിരുന്നോ? പ്രിയ ആവണിയോട് പറഞ്ഞു. സത്യം പറഞ്ഞ പ്രിയയുടെ വായിൽ നിന്ന് ഇതെല്ലാം കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം വിശ്വസിച്ചു പോയി. താൻ ഡേവിഡ് സാറിന് ഒരു കളിപ്പാവ മാത്രമാണെന്ന്. അവൾക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. അവൾ പറയുന്നതിന് മറുപടിയായിട്ട് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മാത്രം ഒഴുകാൻ തുടങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് പുറകിൽ നിന്നൊരു അലർച്ച കേട്ടത്. ആ സൗണ്ട് കേട്ടപ്പോൾ അവിടെയെല്ലാം ഒരു പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചു. പ്രിയയും ആവണിയും തിരിഞ്ഞുനോക്കി. ഡേവിഡ് ആയിരുന്നു. ഡേവിഡ് അതിവേഗത്തിൽ പ്രിയയുടെയും ആവണിയുടെയും അടുത്തേക്ക് എത്തി. ഡേവിഡിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ്റെ കാല് നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണിൽ ക്രോധാഗ്നി ആളിക്കത്തുന്നുണ്ടായിരുന്നു. അവൻ അടുത്തെത്തിയിട്ടും ആവണിക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ സാധിച്ചില്ല. കാരണം പ്രിയ പറഞ്ഞ ഓരോ വാക്കുകളായിരുന്നു അവളുടെ ഉള്ളിൽ. അതവളെ ഓരോ നിമിഷവും കുത്തി കുത്തി നോവിക്കുകയായിരുന്നു കേട്ടോ. ഡേവിഡിനെ കണ്ട പ്രിയ ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം ഡേവിഡ് സാറിൻ്റെ സ്വഭാവം എന്താണെന്നല്ല അവിടെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതെങ്ങനെ എന്നും കേട്ടാൽ മതിയല്ലോ. അയ്യോ സാറ്, ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവോ? കേട്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും എന്നല്ല ഓർത്ത് പ്രിയക്കാകെ പരിഭ്രാന്തിയായി. എന്നിട്ടും അവൾ ഡേവിഡിൻ്റെ മുമ്പിൽ ഒന്നും നടക്കാത്ത പോലെ ചിരിക്കാൻ ശ്രമിച്ചു. എന്താ ഇവിടെ നടക്കുന്നേ? അവൻ ഉച്ചത്തിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയയോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ പ്രിയയ്ക്ക് മനസ്സിലായി ഡേവിഡ് താൻ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല എന്ന്. അപ്പോഴാണ് അവൾക്ക് സമാധാനമായത് തന്നെ. ഡോ, തന്നോടാ ചോദിച്ചത് എന്താ ഇവിടെ നടക്കുന്നേ എന്ന് അവൻ വീണ്ടും അവളോട് ചോദിച്ചു. അത് പിന്നെ സാർ, ഞാൻ ആവണിയോട് ചോദിക്കുകയായിരുന്നു. ഇത്രയും ദിവസം ലീവായിട്ട് ഒരു ലീവ് ലെറ്റർ പോലും അയച്ചില്ലല്ലോ എനിക്ക് എന്ന്. പിന്നെ സാർ എന്നെ പി ആയി നിയമിച്ച കാര്യവും പറഞ്ഞു. അതുകൂടാതെ ഒരു ക്യാബിനിലേക്ക് കയറി വരുമ്പോൾ അറിയേണ്ട ഒരു സാമാന്യ മര്യാദ എന്തെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ ഇവൾക്ക്. അവിടെ ഒന്ന് നോക്കിയാണ്ട സർ റൂമിലേക്ക് കയറി വന്നത്. ഡേവിഡിൻ്റെ മുമ്പിൽ ആളാവാനായിട്ട് പ്രിയ പറഞ്ഞു. അത് കേട്ടതും ഡേവിഡ് ചോദിച്ചു, ആണോ ആവണി, തനിക്ക് മാനേഴ്സ് അറിയില്ലേ? അല്ല, താനെന്താ ഡോർ മുട്ടാതെ കയറി വന്നത്? അല്ല, ലീവ് ലെറ്റർ അയക്കായിരുന്നില്ലേ തനിക്ക്? അതെന്താ ചെയ്യാത്തത് എന്ന് ഡേവിഡ് ആവണിയോട് ആ ചോദ്യം ചോദിച്ചതും ആവണിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. തൻ്റെ ഡേവിഡ് സാറാണ് തന്നോട് ചോദിക്കുന്നതെന്ന്. ഡേവിഡ് പ്രിയയെ സപ്പോർട്ട് ചെയ്ത് ആവണിയെ
കുറ്റപ്പെടുത്തിയപ്പോൾ ആവണിയുടെ നെഞ്ച് തകരുന്ന പോലെ തോന്നി അവൾക്ക്. ഡേവിഡിൻ്റെ സംസാരം കേട്ട് പ്രിയ ചിരിച്ചു ആവണിയെ നോക്കിയിട്ട്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഡേവിഡ് ശബ്ദമുയർത്തിക്കൊണ്ട് ആവണിയോട് ചോദിച്ചു. നിറഞ്ഞ മിഴികളോടെ ഇടറിയ ശബ്ദത്തോടുകൂടി ആവണി പറഞ്ഞു, സാർ, അത് സാറില്ലെന്ന് വിചാരിച്ചു. പിന്നെ PA ആയിട്ട് പ്രിയയെ നിയമിച്ചതിന് എനിക്ക് ഒഫീഷ്യലായിട്ട് ഒരു ലെറ്ററും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലീവിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറോട് ഞാൻ എന്ന് ആവണി ഡേവിഡിനോട് പറഞ്ഞു. ആവണി പറഞ്ഞത് കേട്ടപ്പോൾ ഡേവിഡ് ഒന്ന് ചിരിച്ചുകൊണ്ട് പ്രിയയെ നോക്കി. പ്രിയ, അവള് പറഞ്ഞത് കേട്ടില്ലേ? അവളെ ലീവിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് തന്നോട് ഇവള് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, ഇതിനേക്കാൾ വലുതാണോ തൻ്റെ ലീവ് ലെറ്റർ? പറയടോ, ഈ ഡേവിഡ് മാത്യുവിനേക്കാളും വിലയുണ്ടോ ഒരു ലീവ് ലെറ്ററിന്? ഡേവിഡ് പ്രിയയോട് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ പ്രിയയ്ക്ക് തന്നെ എന്താണ് പറയേണ്ടത് എന്നറിഞ്ഞില്ല. അവൻ്റെ സൗണ്ടിൽ പോലും ഉണ്ടായിരുന്നു ദേഷ്യം. അത് പിന്നെ സാർ, പ്രിയ പറയാൻ തുടങ്ങി. അവളുടെ കണ്ണുകളും നിറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റോപ്പ് ഇറ്റ്! ഡേവിഡ് ഉച്ചത്തിൽ ഫ്രണ്ടിലുള്ള ഡെസ്കിൽ അടച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തതും ഒരുപോലെ ആവണയും പ്രിയയും ഞെട്ടി. അവൻ ഓരോ നിമിഷവും ദേഷ്യം കൂടുകയായിരുന്നു കേട്ടോ. ആവണയുടെ കരഞ്ഞു കലങ്ങിയ മുഖം കാണുമ്പോൾ അവനത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി താനൊന്നും പറയണ്ട. അല്ല, താനായിരുന്ന തൻ്റെ വിചാരം? അല്ല, എപ്പോഴാ തന്നെ ഞാൻ എൻ്റെ PA ആയിട്ട് സ്ഥിരപ്പെടുത്തിയേ? അല്ല, അതാ തന്നോട് ആരാ പറഞ്ഞേ? ഡേവിഡ് പ്രിയയോട് ചോദിച്ചു. ഇനി എന്താന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. ഇന്ന് കുറേ പേര് പറഞ്ഞുകൊണ്ടാണ് ചെറുതാണെങ്കിലും ഈ വീഡിയോ ഇട്ട് വ്യാഴാഴ്ച അടുത്ത പാർട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.